എല്ലാവർക്കും ഗോൾഡൻ തോട്ട്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഒരു നല്ല കഥയും ഒരു നല്ല മെസ്സേജും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഒരു ഗ്രാമത്തിൽ രഘു എന്നു പേരുള്ള ഒരു യുവാവ് ജീവിച്ചിരുന്നു. സാധാരണ ജീവിതം ആഗ്രഹിച്ചിരുന്ന രഘു ഒരു നല്ല ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിലും ഒന്നും ശരിയായിരുന്നില്ല. ജീവിതം വളരെ നിരാശ നിറഞ്ഞ അവസ്ഥയിലൂടെ രഘുവിനെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ഒരു ദിവസം സിറ്റിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തിരിക്കുമ്പോൾ ഒരു വയസ്സായ പ്രകാശപൂർണമായ മുഖത്തോടു കൂടിയ ഒരു അപരിചിതൻ രഘുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. രഘു ആകട്ടെ നിരാശയും സങ്കടവും നിറഞ്ഞ മുഖത്തോടു കൂടിയായിരുന്നു അവിടെ ഇരുന്നിരുന്നത്. ആ അപരിചിതൻ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് രഘുവിന് നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ഈ പേപ്പർ താങ്കൾക്ക് ഭാഗ്യം കൊണ്ടുവരും. ഇത് നിങ്ങളുടെ ജീവിതം മാറ്റും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഈ പേപ്പർ ഇന്ന് രാത്രി 10 മണിക്ക് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. ഇതിൽ നിങ്ങൾക്കുള്ള ഭാഗ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതു കേട്ട് ആദ്യം രഘു ഒന്ന് ഞെട്ടി. ഒരു കഷ്ണം പേപ്പർ കൊണ്ട് എങ്ങനെ എൻ്റെ ജീവിതം മാറും? എങ്ങനെ ഇത് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരും? രഘു ആകെ കൺഫ്യൂഷനിലായി. ഇത് പറഞ്ഞ് ആ അപരിചിതൻ രഘുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങി. രഘു ആ പേപ്പറുമായി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയിട്ടും ആ പേപ്പറിൽ എന്താകാം എന്ന് രഘു ആലോചിച്ചു കൊണ്ടിരുന്നു. അപരിചിതൻ പറഞ്ഞതനുസരിച്ച് രാത്രി 10 മണിക്ക് ശേഷം പേപ്പർ തുറന്നു നോക്കാം എന്ന് രഘു തീരുമാനിച്ചു. ആ പേപ്പറിലൂടെ തനിക്ക് ഭാഗ്യം വരുന്നു എന്ന് രഘുവിന് തോന്നി തുടങ്ങി. അതുകൊണ്ട് അപ്പോൾ തന്നെ നല്ല ഒരു കമ്പനിയിൽ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തു. നല്ല ഒരു റെസ്യൂം അപ്ഡേറ്റ് ചെയ്തു. മനസ്സ് ശാന്തമാക്കി. എല്ലാ നെഗറ്റീവ് ചിന്തകളും മാറ്റി മനസ്സിനെ പോസിറ്റീവാക്കി. രഘുവിൻ്റെ മനസ്സിൽ പ്രതീക്ഷയുടെ വെളിച്ചം നിറഞ്ഞു. അങ്ങനെ രാത്രി 10 മണിക്ക് ശേഷം രഘു അത്യന്തം ടെൻഷനും എക്സൈറ്റ്മെൻറ്റും കൊണ്ട് ആ വൈറ്റ് പേപ്പർ ഓപ്പൺ ചെയ്തു. അകത്ത് എഴുതിയിരിക്കുന്നത് ഇതായിരുന്നു: യു ഡിഡ് എവറിത്തിങ് ടുഡേ ബിക്കോസ് യു ബിലീവ് സംതിങ് ബിഗ് വിൽ ഹാപ്പൻ. ബട്ട് ദ ട്രൂത്ത് ഈസ് നത്തിങ് ചേഞ്ചസ് ദ ഫ്യൂച്ചർ എക്സെപ്റ്റ് യുവർ ആക്ഷൻസ്. ഇഫ് യു ക്യാൻ ഡു ദിസ് ഫോർ വൺ ഡേ, യു ക്യാൻ ഡു ദിസ് ഫോർ ലൈഫ്. രഘു ഒരു നിമിഷം സൈലൻ്റായി. രഘു ഒരു സത്യം മനസ്സിലാക്കി. തൻ്റെ മനസ്സിൽ നിന്ന് നെഗറ്റീവ് ചിന്തകൾ മാറ്റിയപ്പോൾ തന്നെ ജീവിതം പ്രകാശപൂർണമായി. ഭാഗ്യം വരുമെന്ന പ്രതീക്ഷയിൽ ജീവിച്ചപ്പോൾ തന്നെ ജീവിതം മാറി. അന്നു മുതൽ രഘു ജീവിതത്തെ പോസിറ്റീവായി കാണാൻ തുടങ്ങി. ഒരു പുതിയ മനുഷ്യനായി എപ്പോഴും സന്തോഷത്തോടെ ജീവിച്ചു. നമ്മളും ജീവിതത്തിൽ പല പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ മനസ്സിൽ നിരാശയും സങ്കടവും നിറഞ്ഞ് മുഖത്തെ ചിരി മായാറുണ്ട്. എന്നാൽ എല്ലാ പരീക്ഷണങ്ങളെയും പോസിറ്റീവായി കണ്ട് പ്രതീക്ഷയോടെ ജീവിച്ചു മുന്നേറാൻ ശ്രമിക്കണം. നിങ്ങളുടെ മനസ്സ് ഒരു ശക്തമായ ആയുധമാണ്. അതിന് നിങ്ങളെ വിജയിപ്പിക്കാനും പരാജയപ്പെടുത്താനും കഴിയും. ശരിയായി ചിന്തിക്കുക, ശക്തമായി നിൽക്കുക, പോസിറ്റീവായി തുടരുക. യുവർ മൈൻഡ് ഈസ് എ പവർഫുൾ വെപ്പൺ. ഇറ്റ് ക്യാൻ മേക്ക് യു സക്സീഡ് ഓർ ഫെയിൽ. ജസ്റ്റ് തിങ്ക് വൈസ്ലി. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.